ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞങ്ങളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, രാവിലെ തന്നെ സങ്കടപ്പുറത്തെ വാർത്ത നോക്കട്ടെ, ഒരു സാധനം കാണിച്ചടാ. ഈ വണ്ടിയിലൊക്കെ ഗൈസ് ഉണ്ടോ? ഓക്കെ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നിങ്ങളോടൊക്കെ? ഈ വണ്ടിയിൽ ഇങ്ങനെ വന്ന് വരയേ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് പോയാൽ ഈ വണ്ടിയിൽ വന്ന് ഈ സ്ക്രാച്ച് ആക്കുക എന്തിന്? അവസ്ഥയാണ് ഗൈസ്, അവസ്ഥ ഇതാണ്ടോ. വരയ്യ എന്തെങ്കിലും വെച്ചിട്ട് വണ്ടിയിലൊക്കെ ഇരുന്ന്, വണ്ടിയിൽ ഇരിക്കണേ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്തിനാ ഈ വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ ഈ വരയാൻ നിൽക്കണത്? നിങ്ങൾക്ക് വല്ല തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചെയ്തോളൂ. ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ എൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഈ വരേണ്ട ആവശ്യം എന്തിനാ? രാവിലെ തന്നെ വണ്ടി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. പെയിൻറ്റും കൂടി അടിക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഞാൻ അതിൽ സ്റ്റിക്കർ ഒട്ടിയിട്ടില്ല. മുകളിൽ കൂടെ വന്നിട്ട് ഇതെന്തോ ഇതുണ്ട, നഖം കൊണ്ട് പോറിക്കല്ല, പക്ഷെ ഇത് ചാവി എന്തോ വെച്ചിട്ട് വരഞ്ഞിക്കാണ്. അവസ്ഥയാണ് അവസ്ഥ, എന്താ പറയുക. ഓൾറെഡി രണ്ടെണ്ണത്തിൽ സ്ക്രാച്ച് ആണ് വണ്ടി. അതിൽ സ്ക്രാച്ച്, ഇത് രണ്ടും മാറ്റാനുള്ളതാണ്. ഞാൻ ഇത് രണ്ടും മാറ്റിയതിൻ്റെ ശേഷം സ്റ്റിക്കർ അടിക്കാണ്ട് നിൽക്കായിരുന്നു. എന്തായാലും ഇത് കൂളിങ് അടിക്കണം. അപ്പോൾ ഇതിലും ഫുള്ള് സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഇത് മാറ്റാനുള്ളതാണ്. സെക്കൻഡ് സർവീസിന് പോകുമ്പോൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞിരിക്കണം അവർ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിൽക്കരുത്. അപ്പോഴേക്ക് ഇത് അടുത്ത സ്ക്രാച്ച്. എന്താണ് ഗൈസ്, വണ്ടി നിർത്തിയിട്ട് പോകാനും വിശ്വാസമില്ലാണ്ട് എവിടെയും നിർത്തിയിട്ട് പോയാൽ ഇതാണ് അവസ്ഥ വരുന്നത്. ഇപ്പോൾ പതിനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ്, അത് നോക്കാൻ വേണ്ടി പോകണ്ടേ. എൻ്റെ വണ്ടി അവിടെ നിർത്തി. എൻ്റെ വണ്ടി പറയണ നോക്കട്ടെ. അവിടെ എത്തിയാണ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക വണ്ടിൻ്റെ. അതാ നിൽക്കുന്ന RC ഇല്ലേ, ഈ RCക്ക് ഒരു 6 റുപ്യൻ്റെ പണി വന്നിട്ടുണ്ട് ഗൈസ്. 6 റുപ്യൻ്റെ പണി വന്നു. വർഷോപ്പ് കൊണ്ടുപോയപ്പോൾ ദാ ഈ കാണുന്ന ഷോക്ക് ഏബ്സർ അടിച്ചു പോയി പറഞ്ഞു. അപ്പോൾ 6000 റുപ്യൻ്റെ പണി, ഷോക്ക് ഏബ്സർ മാറ്റണം. അങ്ങനെ അല്ലറ ചില്ലറ പണിയുണ്ട്. വണ്ടിക്ക് ഒരേ ചാട്ടം. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നോ. നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ഒരു 6 റുപ്യൻ്റെ പണി ഉണ്ട് കേട്ടോ പറഞ്ഞു. ഒരാഴ്ച ട്രിപ്പ് പോകണമെങ്കിൽ ഈ മാസം, അതിനിപ്പോൾ ഒരു മാസം ഗ്യാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് മാറ്റി 3-6 പണി. ട്രിപ്പ് പോകണമെങ്കിൽ നല്ല മഴ വന്നു ഗൈസ്, നല്ല മഴ വന്നു. നെല്ലിക്കാട് പോവാ പോട്ടെ പാപ്പേ. യെസ്, വണ്ടി കഴുകണം. അപ്പോൾ ഷാമ്പൂ ഇല്ല. അപ്പോൾ കടയിൽ പോയിട്ട് ഷാമ്പൂ വാങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇറങ്ങിയതാ. ഷാമ്പൂ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അടുത്തന്നെ കട, വീട്ടിൻ്റെ അപ്പുറത്തന്നെ കട. അവിടെ പോയി ഷാമ്പൂ വാങ്ങണം. ഇക്കാക്ക് അപ്പുറത്തെ വീട്ടിൻ്റെ അപ്പുറത്താണ് പണി. അപ്പോൾ സർവീസ് മെഷീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് വണ്ടി എങ്ങനെ കഴുകുക, അതാണ് ഇന്നത്തെ പരിപാടി. ST കണ്ട വീടുണ്ടോ, ഇവിടെ വന്നിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത്. അവിടെ തന്നെ വൈഫൈ ഉണ്ട്, കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പോൾ അവിടെ വൈഫൈ ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ വന്നിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ. ഇങ്ങനെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹായ്, വീഡിയോ സൂപ്പറായിരുന്നോ? വീഡിയോ അല്ല, മുത്തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. കടയിൽ പോയിട്ട് ഷാമ്പൂ വാങ്ങുക, ചായ കേട്ടോ. ഇവിടെ ചായക്കടയിൽ ചായ ഉണ്ടെങ്കിൽ ചായയും കുടിക്കണം. നേരെ ഷാമ്പൂ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാം. ഇല്ല അങ്ങനെ ഇടുന്നില്ല. വീട് അപ്പുറത്തെ താത്തന്മാർ എന്നെ പെടുത്തണ്ടാന്ന്. എന്താ ചെയ്യുക ഗൈസ്. ഇതാട്ടോ ശരിക്കത്തെ വഴി വീട്ടിലോട്ടുള്ളത്. ഇനി ഗൈസ് കടൻ്റെ അവിടെ തറയി. അപ്പോൾ പുതിയ റോഡ് പണി കഴിഞ്ഞാട്ടോ. റോഡ് പണി കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ഇതൊക്കെ വയ്ക്കും, പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കട എത്തി. പഴയൊരു ടൈപ്പ് കട കേട്ടോ, കാണിച്ചാട്ടോ. പഴയൊരു മോഡല്
മറ്റേ മരത്തിൻ്റെ പലയൊക്കെ ഇട്ട് കട അടക്കില്ലേ, ആ ഒരു ടൈപ്പ് കടയാണ്. അതാണ് കട. ഇവിടെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കട തന്നെ. ഇതാണ് വീട്ടിലുണ്ട് കറക്റ്റ് വഴി. ഇതാണ് കട. കാർ വാഷ് കിട്ടി, കാർ വാഷും കിട്ടി, അതുപോലെ ചായയും കിട്ടി, ഒരു പൊക്കവടയും കഴിച്ചു. വീട്ടിലോട്ട് തന്നെ നോക്കാം. ഇനി വണ്ടി കഴുകണം. അത് കഴുകണേ നല്ല പണിയാണ് ഗൈസ്, നല്ല പണിയാണ്. കുറേ നെട്ടുമ്പോട്ട് പോയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിലേ നല്ല ചടങ്ങാണ്. പക്ഷെ കഴുകിയിട്ടില്ല, ഞാൻ കണ്ടു കഴിയാൽ അന്ന് മഴ പെയ്യും, അത് ഉറപ്പാണ്. കണ്ടോ, ഞാൻ ഇപ്പോൾ കഴുകി ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം മഴ പെയ്യൂട്ടാ. വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞു, വണ്ടി കഴുകി കഴിഞ്ഞു, വൃത്തിയാക്കി. ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ, അപ്പോൾ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തം വാഷ് ചെയ്തു, ഷാമ്പു ഇട്ട് ഫുൾ ക്ലീനാക്കി. പക്ഷേ ആ സ്ക്രാച്ച് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എടുത്താറുണ്ട്. കിട്ടും, ഒരു നാൾ എൻ്റെ കൈ കിട്ടും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക. ഓക്കെ ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് മുന്നോട്ടുണ്ടാവും.